സത്യത്തിൽ ഈ കാണുന്ന ഈ ദുരന്ത ഭൂമി എത്തിയപ്പോൾ ഇവിടെ ഇങ്ങനൊന്നും അല്ലായിരുന്നു. ഭക്ഷണമൊക്കെ പാചകം ചെയ്തിരുന്ന ചേച്ചിമാർ, അജേച്ചി, മാളുത്താത്ത, അവരൊന്നും കാണാനില്ല. പക്ഷെ അതിലേറെ ആളുകൾ ഇപ്പോഴും എവിടെയാണ് എന്നറിയാതെ നമ്മുടെ കാണാമറയത്താണുള്ളത്. 20 വർഷത്തോളം വെള്ളാർമല ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിപ്പിച്ചിട്ടുള്ള ബഷീർ എന്ന് പറയുന്ന അധ്യാപകനാണ് നമ്മളോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തിൻ്റെ പരിചയത്തിലുള്ള നിരവധി കുട്ടികളാണ്, അവരുടെ ബന്ധുക്കളാണ് ഈ ഉരുൾപൊട്ടലിൽ ഒലിച്ചു പോയിട്ടുള്ളത്, കാണാതായിട്ടുള്ളത്. അവരെ അന്വേഷിച്ച് അല്ലെങ്കിൽ അവർ ദുരിതമനുഭവിക്കുന്ന മാഷയുടെ പരിചയത്തിലുള്ള കുട്ടികളുടെ കുടുംബത്തെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഇപ്പോൾ ഇവിടത്തേക്ക് എത്തിയത്. മാഷെ, ഏകദേശം എത്ര വർഷത്തോളം ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ട് മാഷ്? ഞാൻ 20 വർഷത്തോളമായി പഠിപ്പിച്ചിട്ടുണ്ട്. 2003 മുതൽ 2023 വരെ വെള്ളാർമല സ്കൂളുണ്ടായിരുന്നു. സ്കൂളിലുള്ള ഏകദേശം എല്ലാ കുട്ടികളെയും രക്ഷിതാക്കളെയും നാട്ടുകാരെയും പരിചയമുണ്ട്. ഇന്ന് മരണപ്പെട്ടവരിൽ കാണാതായവരിലും ഏകദേശം ഒരു 70% ആളുകളെയും തിരിച്ചറിയാൻ കഴിയുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് കാണാതായ കുട്ടികളെ ആരെങ്കിലുമൊക്കെ ലഭിക്കുമോ, വല്ല സൂചനയും കിട്ടുമോ എന്നൊക്കെ അന്വേഷിച്ച് വന്നതാണ്. പിന്നെ ഞങ്ങളുടെ ഭക്ഷണമൊക്കെ പാചകം ചെയ്തിരുന്ന ചേച്ചിമാർ, അജേച്ചി, മാളുത്താത്ത, അവരൊന്നും കാണാനില്ല. കുട്ടികൾ ഭക്ഷണം കൊടുത്തിരുന്നത്. കൂടെ രക്ഷിതാക്കളും PTA കമ്മിറ്റി ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകൾ മിസ്സിംഗ് ആണ്. അവരാരെങ്കിലും അവരുടെ ബന്ധുക്കളെയൊക്കെ കണ്ടിരുന്നോ മാഷ്? അവരെ കണ്ടിരുന്നു. ഞാൻ ഇന്നലെ മേപ്പാടിയിൽ നമ്മുടെ മൊബൈൽ മോർച്ചറി സജ്ജീകരിച്ചിട്ടുള്ള താൽക്കാലിക മോർച്ചറി സജ്ജീകരിച്ചിട്ടുള്ള ഓഡിറ്റോറിയത്തിൽ വെച്ച് അവിടെയെല്ലാം കണ്ടിരുന്നു. അവർ രാവിലെ അവിടെ വരികയും വൈകുന്നേരം വരെ അവിടെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. ഏതെങ്കിലും ബോഡി തങ്ങളുടെ ബന്ധുക്കളുടെതോ പരിചയക്കാരതോ ഉണ്ടോ എന്നറിയാൻ വേണ്ടി അവിടെ കാത്തിരിക്കുകയാണ്. അങ്ങനെ 3-4 ദിവസങ്ങളായിട്ട് അവിടെ കാത്തിരിക്കുന്ന ഫാമിലി തന്നെ അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ നമ്മളൊന്നും ഒരു കാലത്തും സ്വപ്നം കാണാത്ത രീതിയിൽ നമ്മളെ കുഞ്ഞുങ്ങളെ നമ്മളെ സ്വന്തം ഒരു മക്കളെ പോലെയാണല്ലോ പലപ്പോഴായിട്ട് നമ്മൾ കാണുക. അപ്പോൾ അവരിൽ പലരെയും കാണാനില്ല. എവിടെയാണെന്ന് പോലും അറിയാത്തൊരു വല്ലാത്തൊരു അവസ്ഥയിലാണ് മാഷ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. എന്താ മാഷേ ഈ ഒരു അവസ്ഥയെ എന്താ എങ്ങനെ പറയാം? ഇതിനെക്കുറിച്ച് എന്താ പറയാമെന്ന് അറിയില്ല. കാരണം നമ്മുടെ സങ്കല്പത്തിന് അതീതമാണ്. സത്യത്തിൽ ഈ കാണുന്ന ഈ ദുരന്ത ഭൂമി എത്തിയപ്പോൾ ഇവിടെ ഇങ്ങനൊന്നും അല്ലായിരുന്നു. ഇവിടെ വളരെ ഗംഭീരമായ ഗ്രാമോത്സവങ്ങൾ നടന്ന ഒരു പ്രദേശമാണ്. അതുപോലെ കലാകായിക ശാസ്ത്ര മേഖലകളിലൊക്കെ സംസ്ഥാന തലത്തിൽ കുട്ടികളെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ച ഒരു വിദ്യാലയമാണ്. അതേപോലെ തന്നെ നാടൻപാട്ട് രംഗത്തും വഞ്ചിപ്പാട്ട് രംഗത്തുമൊക്കെ പരിശീലനം കൊടുക്കാൻ പറ്റുന്ന മികവുറ്റ അധ്യാപകരുള്ള ഒരു വിദ്യാലയമാണ്. പാവപ്പെട്ടവരും സാധാരണക്കാരുമാണ് കൂടുതൽ ഈ വിദ്യാലയത്തിൽ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ സങ്കടം ഞങ്ങളുടെ ഓരോരുത്തരുടെയും സങ്കടമാണ്. ഞങ്ങളുടെ കൂട്ടത്തിലെ ഒരു ഗസ്റ്റ് ടീച്ചറും ഈ കാണാതായ കൂട്ടത്തിൽ ഉണ്ട് എന്നുള്ളത് വളരെയേറെ വിഷമമുണ്ട്. ഇതുവരെ കിട്ടിയിട്ടില്ല അവരെ കുറിച്ചിട്ട്. എന്തായാലും അവരന്വേഷിച്ച് ഇങ്ങനെ നടക്കുകയാണ്. അതെ. ഇവിടെ ഞങ്ങളെ കൂടെയുള്ള 1-2 ടീം അംഗങ്ങളുണ്ട്. സേവന സജ്ജരായ യൂണിറ്റി ടീമുകൾ, അതുപോലെയുള്ള സന്നദ്ധ സംഘടനത്തിനോടൊപ്പം ഞങ്ങൾ എവിടെയെങ്കിലും ഈ കാണാതായവരെക്കുറിച്ച് വല്ല വിവരം കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇന്നലെയും കുറച്ച് ദിവസങ്ങളായിട്ട് രാവിലെ തന്നെ വരുന്നു. വൈകുന്നേരം വരെ ഇവിടെ തന്നെയാണ് ഈ പരിസരങ്ങളിലൊക്കെ നിൽക്കുന്നത്. ഏതെങ്കിലും ആൾക്കാരുടെ മുഖമോ അങ്ങനെ ഏതെങ്കിലും വളരെ പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ടാവുമല്ലോ, ആരുടെയെങ്കിലും മുഖമൊക്കെ ഇപ്പോഴും ഈ നടക്കുന്നിങ്ങനെ അവരെ പെട്ടെന്ന് കണ്ടെത്തണം എന്നുള്ളൊരു പ്രാർത്ഥനയോട് കൂടിയായിരിക്കുമല്ലോ? അതങ്ങനെ തന്നെയാണ് ഉള്ളത്. ഞാൻ ഈ സംഭവം അറിഞ്ഞ മുതൽ ചൊവ്വാഴ്ച മുതൽ മേപ്പാടി ആശുപത്രിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ബോഡി വാഷ് ചെയ്യുന്ന അവിടെയാണ് ഞാൻ നിന്നത്. ഏകദേശം ഒരു 100-ൽ പരം ബോഡി വാഷ് ചെയ്യുന്ന സമയത്ത് അന്ന് എന്നോടൊപ്പം ഈ യൂണിറ്റ് ടീമും ഉണ്ടായിരുന്നു. അവിടെ വെച്ച് തന്നെ കുറേ പേരെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ അതിലേറെ ആളുകൾ ഇപ്പോഴും എവിടെയാണ് എന്നറിയാതെ നമ്മുടെ കാണാമറയത്താണുള്ളത്. അവരെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്, അത് സൂചന കിട്ടാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ തന്നെ എത്തിയിട്ടുള്ളത്. സ്കൂളുകളിലെ കുട്ടികളെന്ന് പറയുമ്പോൾ അവരുടെ സ്വന്തം മക്കളെ പോലെ തന്നെ കരുതുന്നവരാണ്. അവരിൽ പലരും ഇപ്പോൾ കാണാതായിട്ടുള്ളത്. അവരുടെ ബന്ധുക്കളെ പലരെയും കാണാനില്ല. കുട്ടികളെ പലരെയും നഷ്ടപ്പെട്ടിട്ടാണ് ഉള്ളത്. അപ്പോൾ വേദനാജനകമായിട്ടുള്ള അനുഭവമാണ്. ഒരിക്കലും ഒരു അധ്യാപകനും ഇത്തരത്തിൽ സ്വന്തം മക്കളെ തിരഞ്ഞു നടക്കേണ്ടുന്ന ഒരവസ്ഥ ഒരു കാലത്തും ഉണ്ടാകരുതേ എന്നുള്ള പ്രാർത്ഥനയാണ് പലപ്പോഴായി പല അധ്യാപകരും പറഞ്ഞിട്ടുള്ളത്. ഇന്നലെ ഒരു അധ്യാപകൻ ഉൾപ്പെടെ പൊട്ടിക്കരയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പ്രാർത്ഥനയോടുകൂടി
അവരുടെ ഉറ്റവരെ തേടി, ബന്ധുക്കളെ തേടി, തൻ്റെ മക്കൾ എന്ന രീതിയിൽ ചേർത്ത് പിടിച്ചിട്ടുള്ള കുഞ്ഞുങ്ങളെ തേടി ഇവരിങ്ങനെ നടന്ന് പോവുകയാണ്. എത്രയും പെട്ടെന്ന് അവരെയൊക്കെ കണ്ടെത്താൻ കഴിയട്ടെ എന്ന് മാത്രമാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷ് ചെറുപേശിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാട്, ഇൻ റിപ്പോർട്ടർ, വയനാട്.